തുർക്കി, ഈജിപ്ത്, ഇറാൻ തുടങ്ങിയ വലിയ മുസ്ലിം രാഷ്ട്രങ്ങളോട് മത്സരിക്കുവാനും ബിസിനസ് മേഖലയിൽ അവരെക്കാൾ മികച്ച ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞ ഒരു രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. സ്വന്തമായി ഒരു ജനാധിപത്യമോ റിപ്പബ്ലിക് സംവിധാനമോ ഇല്ലെങ്കിലും അമേരിക്കയുടെ പട്ടാളത്താവളങ്ങളും അമേരിക്കയുടെ സംരക്ഷണവും ഉള്ളതുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് പാശ്ചാത്യ ലോകത്ത് നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50,000-ഓളം അമേരിക്കക്കാർ UAE-യിൽ താമസിക്കുന്നു. കുവൈത്ത് അധിനിവേശകാലത്ത് അമേരിക്ക ഉണ്ടാക്കിയെടുത്ത ഈ അടുത്ത ബന്ധം UAE-ക്ക് സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്രയിക്കാവുന്ന ഒരു പാർട്ട്ണറായിട്ടാണ് ഇപ്പോൾ അമേരിക്ക UAE-യെ കാണുന്നത്. എന്നു മാത്രമല്ല, അടുത്ത കാലത്ത് ചൈനയിൽ നിന്ന് ധാരാളം ബിസിനസ് ആനുകൂല്യങ്ങൾ കൈക്കലാക്കിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിയുടെ പോളിസിയിൽ ഇടപെടുവാനും അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട്. അബുദാബിക്കടുത്തായി ചൈനക്ക് ഒരു തുറമുഖ ഫെസിലിറ്റി ഉണ്ടാക്കുവാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സമ്മതിച്ചുവെങ്കിലും ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയായിരുന്നു. ചൈനയ്ക്ക് വാക്കുകൊടുത്തതുകൊണ്ട് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുവാൻ UAE-ക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പലതവണ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും ബലം പ്രയോഗിച്ച് ചൈനയുമായുള്ള ഈ കരാർ റദ്ദ് ചെയ്യുകയും ചെയ്തു. അതിനു പുറമെ ഇസ്രായേലുമായി അടുത്ത ബന്ധമുണ്ടാക്കുവാൻ അബ്രഹാം അഗ്രിമെന്റിൽ ഒപ്പിടുവാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തയ്യാറായത് അമേരിക്കൻ സഹായമില്ലാതെ ഈ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഗാസയിൽ യുദ്ധമുണ്ടായപ്പോഴും UAE ഇസ്രായേലുമായുള്ള ബന്ധം ഉപേക്ഷിക്കാതിരുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അതുപോലെ പരമ്പരാഗതമായി ഇംഗ്ലണ്ടുമായിട്ടും UAE-ക്ക് നല്ല ബന്ധമാണ്. 2,40,000 ബ്രിട്ടീഷുകാർ UAE-യിൽ താമസിക്കുന്നു. അടുത്ത കാലത്തായി ഇംഗ്ലണ്ടിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടായപ്പോൾ ധാരാളം ബ്രിട്ടീഷുകാർ ദുബായിലും അബുദാബിയിലും ജോലി സമ്പാദിക്കുകയും കുടുംബസമേതം ഈ രാജ്യത്തിലേക്ക് താമസം മാറുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കുകയും മറ്റ് വൻ ശക്തികളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുവാനുള്ള UAE-യുടെ ശ്രമം റഷ്യയും ഇന്ത്യയുമായി സൗഹാർദ്ദത്തിലാവുവാൻ കാരണമുണ്ടായി. റഷ്യയിലെ കടുത്ത ശൈത്യകാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ധാരാളം റഷ്യക്കാർ തണുപ്പുകാലത്ത് UAE-യിൽ വന്ന് താമസിക്കുന്നു. അവരിൽ പലരും സ്ഥിരമായി UAE-യിലേക്ക് താമസം മാറ്റിയിട്ടുമുണ്ട്. അതുപോലെ ഇന്ത്യയുമായി വളരെ അടുത്ത ഒരു വ്യാപാര ബന്ധവും മിലിറ്ററി പാർട്ട്ണർഷിപ്പും UAE ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 38 ലക്ഷം ഇന്ത്യക്കാർ UAE-യിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തൊഴിൽ മേഖലയിൽ ആ രാജ്യത്തിന് ഇന്ത്യയോട് ഒരു ആശ്രിതത്വമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇന്ത്യയുമായി പിണങ്ങുകയോ ഈ തൊഴിൽ സേന നഷ്ടപ്പെടുകയോ ചെയ്താൽ UAE-ക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ത്യയെ എപ്പോഴും ഹ്യൂമർ ചെയ്ത് നിർത്തുവാൻ UAE ശ്രമിക്കുന്നുണ്ട്. UAE-യിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരിൽ പലരും ജനറൽ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയ കൺട്രോളിംഗ് പൊസിഷൻസിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് UAE-യെ ഭാഗികമായി നിയന്ത്രിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ UAE-ക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇന്ത്യക്കാർ ആവശ്യപ്പെടുന്ന അതേ ശമ്പളത്തിന് അമേരിക്കക്കാരെയോ ബ്രിട്ടീഷുകാരെയോ ജോലിക്ക് വെക്കുവാൻ പറ്റുകയില്ല. UAE-ക്ക് ആവശ്യമായ സംരക്ഷണം നൽകുവാൻ സൗദി അറേബ്യ മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, യമൻ പോലെയുള്ള രാജ്യങ്ങളിൽ UAE നടത്തുന്ന സ്വന്തമായ നിലപാടുകൾ സൗദി അറേബ്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കാണുന്നത്. യമന്റെ തെക്ക് ഭാഗത്ത് സ്ഥാനമുറപ്പിക്കുകയും അവിടെയുള്ള താൽക്കാലിക ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക വഴി UAE യമനിൽ സ്വന്തമായി ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരികയാണ് വിദേശ രാജ്യങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ യമനിൽ UAE ചെയ്യുന്നത് സ്വന്തമായി ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂലിപ്പട്ടാളക്കാരെയും പ്രാദേശിക നേതാക്കന്മാരെയും പാർട്ട്ണർമാരായി മാറ്റുകയാണ്. യമന്റെ തെക്ക് ഭാഗത്തുള്ള സൊക്കോട്ര ദ്വീപ് ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ രഹസ്യ നിയന്ത്രണത്തിലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കുറെ കൂടി വലിയ സൈന്യമുള്ള ഇറാനേക്കാളും കുറെ കൂടി വലിയ സ്ട്രാറ്റജിക് ലൊക്കേഷനുള്ള തുർക്കിയേക്കാളും പരമ്പരാഗതമായി മുസ്ലിം ലോകത്തിന്റെ നേതാക്കന്മാരായിരുന്ന ഈജിപ്തിനേക്കാളും ഇപ്പോൾ ലോകമെമ്പാടും മുസ്ലിം രാജ്യങ്ങളുടെ നേതാവായി അറിയപ്പെടുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തന്നെയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല.